കവി എന്താ ഉദ്ദേശിക്കുന്നതെന്നല്ലേ? ജെയിംസ് ക്ലിയറിന്റെ ഓട്ടോമിക് ഹാബിറ്റ് എന്ന ബുക്ക് വായിച്ചിട്ടുണ്ടോ? എൻ്റെ ഫേവറേറ്റ് ബുക്കാണ് കേട്ടോ അത്. അതിൽ ഒരു നല്ല ഹാബിറ്റ് എങ്ങനെ കൊണ്ടുവരാം, പിന്നെ ഒരു ബാഡ് ഹാബിറ്റ് എങ്ങനെ നിർത്താം, അതിനുള്ള മെത്തേഡ്, ലോസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 12th പാർട്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പെയിൻറ്റിങ് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നതോ കുക്ക് ചെയ്യുന്നതോ അങ്ങനെ കുറേ കാര്യങ്ങൾ. മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ 2 റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ സിറ്റുവേഷൻസ്, നമുക്ക് അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ സറൗണ്ടിങ്സ്, നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു സറൗണ്ടിങ്സ് ഉണ്ടാവില്ല. അതാണ് മെയിനായിട്ട് 2 റീസൺസ് പറയുന്നത്. അപ്പോൾ ചില സമയം നമുക്ക് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 1 hour ഒരു ഹാഫ് ആൻ അവർ മാറ്റി വെക്കുന്നു. പക്ഷേ ഞാനിപ്പോൾ ഓരോ ടൈം ചിത്രം വരയ്ക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ ഡ്രോയിങ് ബുക്കോ ഇല്ലെങ്കിൽ അതിൻ്റെ ബ്രഷോ പെയിൻറ്റിങ്ങോ അങ്ങനെ ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്തായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഓരോ ടൈം പോകുമ്പോഴും അതൊക്കെ ഷെൽഫിലോ കട്ടിലിൻ്റെ അടിയിലോ ഇല്ല വേറെ എവിടെയെങ്കിലോ വേറെ ഏതെങ്കിലും റൂമിലോ അവിടുന്ന് ഓരോ സ്ഥലത്തു നിന്ന് എടുത്ത് വെച്ച് അത് ചെയ്യുമ്പോഴേക്കും നമുക്കത് ഡ്രോ ചെയ്യാനുള്ള ഒരു മൂഡ് തന്നെ പോകും. മൂഡ് മാത്രമല്ല, ലൈക്ക് നമ്മൾ ഒരു ഹാഫ് ആൻ അവർ 1 hour ആയിരിക്കും മാറ്റി വെച്ചത്, അതിൽ കുറച്ച് സമയം അതിനായിട്ട് പോകും. പിന്നെ വിചാരിക്കും പോട്ടെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ഒഴിവാക്കും. അപ്പോൾ അവരെന്താ മെയിനായിട്ട് പറയുന്നതെന്ന് വിചാരിച്ചാൽ, നമ്മൾ അതിനുള്ള സറൗണ്ടിങ്സ് ക്രിയേറ്റ് ചെയ്യാം. ഒരു ഗുഡ് ഹാബിറ്റ് റെഗുലറായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈസി ആക്സസ് ആവുന്ന രീതിക്ക്, അത് നമ്മൾ വിസിബിൾ ആവുന്ന രീതിക്ക് വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടാവും, പക്ഷേ ബുക്ക് ഇത് ബാഗിൻ്റെ ഉള്ളിലോ ഷെൽഫിൻ്റെ ഉള്ളിലോ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓർമ്മ പോലും കാണത്തില്ല. അപ്പം നമ്മൾ മുന്നേ അത് കാണുകയാണെങ്കിൽ നമ്മൾ ഓക്കെ, കണ്ടല്ലെങ്കിൽ നമ്മൾ എടുത്ത് വായിക്കും. അപ്പോൾ അങ്ങനെ കുറേ മെത്തേഡും ലോവും ഒക്കെ പറയുന്ന ഒരു ബുക്കാണ് അത്. ഇത് മാത്രമല്ല, കുറേ കാര്യങ്ങൾ വിത്ത് എക്സാമ്പിൾ, ഗുഡ് ഹാബിറ്റ് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം, ബാഡ് ഹാബിറ്റ് എങ്ങനെയൊക്കെ ഒഴിവാക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അടിപൊളി ബുക്കാണത്. അത് ടൈം കിട്ടിയാൽ വായിച്ചു നോക്കാം. അങ്ങനെ ഞാൻ ഒരു ഡ്രോയിങ് ടേബിൾ സെറ്റ് ചെയ്തു. എനിക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ അതൊക്കെ അതിൽ അറേഞ്ച് ചെയ്തു. ഇതിലെ മെയിൻ ഹൈലൈറ്റ് ഈ കൃഷ്ണൻ്റെ വിഗ്രഹമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, ഞാൻ വേറൊരു സംഭവം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഇത് കണ്ടിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അപ്പം തന്നെ ആലോചിച്ചു എൻ്റെ ടേബിളിൽ ഇത് വെച്ചാൽ കുറച്ചും കൂടി ഭംഗി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എനിക്കിപ്പോൾ അത് വായിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് തന്നെ പറയാം ഈ കാണിച്ച സംഭവങ്ങളൊക്കെ. അറ്റ്ലീസ്റ്റ് ഇത് കണ്ടാലെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരയ്ക്കും അല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്.